ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ശക്തിയായി ജനങ്ങൾ മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി സ്ഥാനമേറ്റു. സ്ഥാനാരോഹണം ഇന്ത്യയ്ക്ക് അഭിമാനമെന്ന് പ്രധാനമന്ത്രി. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇന്ന് കേരളത്തിലെത്തും. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ് വിമതർ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള മുന്നേറ്റത്തിന് പിന്നിലെ ശക്തിയാകാൻ രാജ്യത്തെ പൌരന്മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. അടുത്ത മാസം നടക്കുന്ന വികസിത് ഭാരത് യുവ നേതൃ സമ്മേളനത്തിൽ യുവാക്കൾക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിയൊരുക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BAPS സന്നദ്ധ പ്രവർത്തക സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളെ വിർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അടുത്തിടെ അബുദാബിയിൽ നിർമ്മിച്ച BAPS ക്ഷേത്രം ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും മാനുഷിക ധാർമ്മികതയെയും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയതായും അദ്ദേഹം പറഞ്ഞു. 2022-23 വർഷത്തെ ദേശീയ പഞ്ചായത്ത് അവാർഡ് ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിവിധ വിഭാഗങ്ങളിലായി 45 അവാർഡ് ജേതാക്കളെയാണ് തിരഞ്ഞെടുത്തത്. അവാർഡ് ലഭിച്ച പഞ്ചായത്തുകളിൽ 42% സ്ത്രീകൾ നേതൃത്വം നൽകുന്ന പഞ്ചായത്തുകളാണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ 2 കേരളം കരസ്ഥമാക്കി. ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കിയതിന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്ത് ദേശീയതലത്തിൽ 2ാം സ്ഥാനം നേടി. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ കില 1ാം സ്ഥാനം നേടി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മോസ്കോയിൽ നടക്കുന്ന സൈനിക സാങ്കേതിക സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗത്തിൽ റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലോസോവിനൊപ്പം അദ്ദേഹം സഹ അധ്യക്ഷനാകും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ INS തുഷിൽ നാളെ ശ്രീ രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും അദ്ദേഹത്തെ അനുഗമിക്കും. റഷ്യയിലെ ഇന്ത്യൻ സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. ചങ്ങനാശ്ശേരി സ്വദേശി ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട്ടിൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി സ്ഥാനമേറ്റു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം കേന്ദ്ര സർക്കാർ പ്രതിനിധികളായി ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് വൈകുന്നേരം സാന്താ അനസ്താസിയ സീറോ മലബാർ ബസിലിക്കയിൽ കർദിനാൾ ജോർജ് കൂവക്കാട്ടിലിന്റെ കാർമ്മികത്വത്തിൽ മലയാളത്തിൽ കുർബാന അർപ്പിക്കും. ആർച്ച് ബിഷപ്പ് ജോർജ് കൂവക്കാട് കർദിനാളായി ഉയർത്തപ്പെട്ടത് ഇന്ത്യയ്ക്ക് അഭിമാനകരമായ വിഷയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തെ സർക്കാർ അയച്ചതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ദളിത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഇതിലൂടെ ന്യൂനപക്ഷങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെയും സംരംഭകത്വത്തിലൂടെ ശാക്തീകരിക്കുന്നതിനായി സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. इस MOU के तहत जो हमारे माइनॉरिटीज के लोग उसको आर्थिक सहायता दे करके उसको हम एंटरप्रेन्योरशिप के दिशा में कैसे ले जाना है और वो छोटे छोटे वर्ग के लोगों को फाइनेंशियली हम कैसे समर्थन दे करके उसको हम आगे बढ़ाएं, इसके लिए ये पहल है. മനാമ സംഭാഷണത്തിൽ പങ്കെടുക്കുന്നതിനായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്നലെ മനാമയിലെത്തി. ദോഹയിലെ സുപ്രധാന നയതന്ത്ര ഇടപെടലുകളെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ സജീവ സമീപനത്തെ അടിവരയിടുന്നു. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള മന്ത്രിതല യോഗങ്ങളിൽ ശ്രീ ജയശങ്കർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തെ എല്ലാ താലൂക്കിലും മന്ത്രിമാർ നേരിട്ടെത്തി പരാതികൾ സ്വീകരിക്കും. അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിൽ നാളെ രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. karudal.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ അക്ഷയ സെന്റർ വഴിയോ താലൂക്ക് ഓഫീസിലെ ഹെൽപ്പ് ഡെസ്ക് വഴിയോ പരാതികൾ സമർപ്പിക്കാം. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയെയും അംഗങ്ങളുമടങ്ങിയ സംഘം ഇന്ന് കേരളത്തിലെത്തും. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തുന്ന സംഘത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. തുടർന്ന് സംഘം കുമരകത്തേക്ക് യാത്ര തിരിക്കും. ചൊവ്വാഴ്ച കോവളത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘത്തിന് സ്വീകരണം നൽകും. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ കേരളത്തിന് ലഭ്യമായി തുടങ്ങുക. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ സുരക്ഷയ്ക്കായി നോഡൽ ഓഫീസറെ നിയമിച്ചു. തീരദേശ സുരക്ഷാ സേന AIG G. പൂങ്കുഴലി IAS ആണ് പരാതിയിന്മേൽ ഉചിതമായ നടപടിയെടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ആരോഗ്യകരമായ വിനോദ പരിപാടികൾ ഉൾപ്പെടെ അടുത്തിടെ പുറത്തിറക്കിയ വേബ് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണെന്ന് പ്രസാർ ഭാരതി ചെയർമാൻ നവ്നീത് സേഗൽ. അഹമ്മദാബാദിലെ ദൂരദർശൻ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. दूरदर्शन ने अपना OTT वेव्स अभी लॉन्च किया है. उसका मुख्य आधार है कि हम एज ए पब्लिक ब्रॉडकास्टर साफ सुथरा मनोरंजन आम जन को देना चाहते हैं और इसमें खासियत कई हैं. पहली बार किसी OTT प्लेटफॉर्म पे न्यूज चैनल्स को भी जोड़ा गया है. ऐसे प्रोग्राम दूरदर्शन के जिसको देख के हम सब लोग बचपन में से बड़े हुए हैं, हमारी यादें उसके साथ जुड़ी हुई हैं. ऐसे सारे दूरदर्शन के पुराने कार्यक्रम इस OTT प्लेटफॉर्म पर उपलब्ध हैं. മസ്കറ്റിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും പുറമെ പൂൾ എയിൽ ചൈന, മലേഷ്യ, തായ്ലന്റ് എന്നീ രാജ്യങ്ങളാണുള്ളത്. ജ്യോതി സിംഗ് ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുക. ഈ മാസം 15-നാണ് ഫൈനൽ. ടൂർണമെന്റിലെ ആദ്യ 5 സ്ഥാനത്തെത്തുന്ന ടീമുകൾ അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പിന് യോഗ്യത നേടും. ബോർഡർ ഗവാസ്കർ ട്രോഫി 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് 2ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺസ് എന്ന നിലയിലാണ്. ഋഷഭ് പന്തും നിതീഷ് റെഡ്ഡിയുമാണ് ക്രീസിൽ. ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ 180 റൺസിന് മറുപടിയായി ഓസ്ട്രേലിയയിൽ 337 റൺസ് നേടിയിരുന്നു. സിറിയയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷം. വിമത സഖ്യം സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിനെ വളയാനുള്ള നീക്കം ആരംഭിച്ചു. 2018-ന് ശേഷം സിറിയൻ തലസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണിത്. ദമാസ്കസ് വളയുന്നതിന്റെ അവസാന ഘട്ടത്തിലാണെന്ന് വിമത സഖ്യ വക്താവ് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗോളൻ കുന്നുകളിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തി. അതേസമയം സിറിയൻ പ്രസിഡന്റ് രാജ്യം വിട്ടെന്ന വാർത്തകൾ പ്രസിഡന്റിന്റെ ഓഫീസ് നിഷേധിച്ചു. അതിർത്തി രക്ഷാ സേനയുടെ 60ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ജോധ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യ അതിഥിയാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള BSF സൈനികർ പങ്കെടുക്കും. 7 സൈനികരെ ധീരതയ്ക്കുള്ള അവാർഡ് നൽകി ആദരിക്കും. കഴിഞ്ഞ ദശകത്തിൽ കായികരംഗത്ത് ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. നാഗാലാൻഡിലെ കൊഹിമയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്തം എന്ന നിലയിൽ നിന്ന് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, അന്താരാഷ്ട്ര ടൂർണമെന്റുകൾ എന്നിങ്ങനെയുള്ള ആഗോള വേദികളിൽ മികച്ച പോരാളിയായി രാജ്യം ഉയർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിനോദം മാത്രമല്ല, യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഈ സ്പോർട്സിന്റെ സാധ്യതകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്ന ശക്തിയായി ജനങ്ങൾ മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കുവക്കാട്ടിൽ റോമൻ കത്തോലിക്ക സഭയുടെ കർദിനാളായി സ്ഥാനമേറ്റു. സ്ഥാനാരോഹണം ഇന്ത്യയ്ക്ക് അഭിമാനമെന്ന് പ്രധാനമന്ത്രി. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇന്ന് കേരളത്തിലെത്തും. സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ് വിമതർ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.